ഞാനിന്ന് ബക്കറ്റുമായിട്ട് തേങ്ങ പറക്കാൻ ഇറങ്ങിയ കൂട്ടുകാരെ. ഇതുകൊണ്ട് തെങ്ങിൻ്റെ മുറ്റത്തോണ്ട് കണ്ടോ തേങ്ങ കിടക്കുന്നേ. പിന്നെ അതിൻ്റെ താഴെ കുഴിയിലൊക്കെ ഉണ്ട്, പോകണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചക്ക കാണിക്കാവേ. ഇത് തേൻ വരിക്കുക. പക്ഷേ ഇപ്പം നമുക്ക് കൈവച്ച് പിടിക്കാതെ, നാടനല്ലേ, നാടൻ തേൻ വരിക്കുക. ഇതിപ്പം കൈവച്ചൊക്കെ നമുക്ക് പറിക്കാം. പക്ഷേ ഇനി ഇതൊക്കെ പഴുത്ത് വരുമ്പോഴത്തേക്കേ മഴ വരും. ഇപ്പോഴെങ്ങാനും പഴുത്ത് കിട്ടുമായിരുന്നേ നല്ലതായിരുന്നു. കണ്ടോ, ഇത് മൂട്ടിയിൽ നിന്ന് ഉണ്ടായി നിൽക്കുകയാണേ. കണ്ടോ, നമുക്ക് കൈവച്ച് ഇതുവരെ കൈവച്ചെടുക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് മുകളിലോട്ട് കണ്ടോ, മോളി വരെ അങ്ങ് വരെ നിൽപ്പുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചക്ക മോളി വരെ. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടോ, പിന്നെ വേറെ ഉണ്ട്. എല്ലാ പ്ലാവിലും ഇപ്പം ചക്കയായി. ഇത് കണ്ടോ, ഇത് ഒരു മുട്ടി 2 പ്ലാവാണ്. ഇതൊക്കെ തന്നെ കിളിച്ച് വന്നതായിരിക്കും, എനിക്കറിയത്തില്ല. ഇത് നട്ടതാണോ, ഞാൻ നട്ടതല്ല എന്തായാലും. ഇത് രണ്ടും സെപ്പറേറ്റ് വെവ്വേറെ രുചിയാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. പിന്നെ അതിൻ്റെ മൂട്ടിൽ തന്നെ കണ്ടോ വേറൊരെണ്ണം കൂടെ നിൽക്കുന്നത്. രണ്ടും 2 ടൈപ്പാണ്. പക്ഷേ ഇത് കൂഴയാണ് കേട്ടോ, വരിക്കയല്ല. പക്ഷെ വേവിക്കാൻ സൂപ്പറാണേ. മണ്ടയ്ക്കെല്ലാം എന്തോ കിടപ്പുണ്ട്. മണ്ടയ്ക്കെല്ലാം കിടപ്പ് വെയിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കണ്ടോ, ഇതൊക്കെ നമുക്ക് കൈവച്ച് പറിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പം പറിച്ചാലും എന്തോ നോയിക്കേ അങ്ങ് കുഴി പോകും. കണ്ടോ, അതുകൊണ്ട് അവിടെയൊക്കെ തേങ്ങ കിടക്കുന്നു. അതുകൊണ്ട് താഴെ കണ്ടോ തേങ്ങ കിടക്കുന്നത്, എടുക്കാൻ പോകണം. എവിടാന്ന് ചോദിച്ചാൽ കണ്ടോ തേങ്ങ അവിടെ കിടപ്പുണ്ട്. ചെന്ന് നോക്കിയാലേ വേറെ എണ്ണം നിർത്തില്ല. പിന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ കിടക്കുന്നു. ഇന്ന് ബക്കറ്റും കൊണ്ട് ഇനി വരാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ബക്കറ്റില്ലാതായിട്ട്, അതുകൊണ്ട് ഞാൻ ബക്കറ്റുമായിട്ട് വന്നു. പിന്നെ അതുകൊണ്ട് അവിടെ ഒരെണ്ണം കിടക്കണ്ട, ഓലയൊക്കെ വീണ് കിടക്കുക. ഒരെണ്ണം കിടക്കുന്നു. ഇതാ ഇതിൻ്റെ മുകളിൽ വീണ് കേട്ടത്. അവിടെ കണ്ടാ തേങ്ങ. സൂര്യൻ ഉച്ചയ്ക്ക് മുകളിലേക്കുമായോണ്ട് കാണാൻ പറ്റത്തില്ല തേങ്ങയൊന്നും. ഉണ്ടോ, അതിൽ നിന്ന് വീണതാണ്. മുകളിലും കിടപ്പുണ്ട്. അത് തിരിച്ചു പോകുമ്പോൾ എടുക്കാം. ഇനി ഞാൻ ഇതിവിടെ വെച്ചിട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ ഇതും കൊണ്ട് താഴോട്ട് പോയാലേ പിന്നെ പാടല്ലേ എല്ലാം കൂടെ കൊണ്ടുവരാൻ. അപ്പോൾ ശരി, താഴോട്ട് പോയിട്ട് വരട്ടെ. ഇറങ്ങാനും കയറാനുമാണ് പാട്. കണ്ടോ, ഇതുവഴി നമ്മൾ മാരത്തോൺ ഓട്ടമൊക്കെ നടത്തണം. നല്ല എക്സർസൈസാണ്. ദൈവമേ, കിടക്കുന്നു. അപ്പോൾ ശരി, ഞാനെല്ലാം പറക്കിക്കൊണ്ട് വരട്ടെ.